ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റിന് വരുന്നവരെ അധികവും വൈഫിന്റെ എല്ലാ ടെസ്റ്റുകളും അവർ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എന്നിട്ട് അവർക്കുള്ള ഈ PCOD അല്ലെങ്കിൽ പീരീഡ്സിലുള്ള ഇഷ്യൂ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിനായിരിക്കും അവര് നമ്മളെടുത്ത് വരുന്നത്. പക്ഷെ ഹസ്ബൻഡിന്റെ ഒരു ടെസ്റ്റ് പോലും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ആള് കൺസൾട്ടേഷന് വേണ്ടി വരുന്ന പോലും ഉണ്ടാവില്ല. ഇൻഫെർട്ടിലിറ്റിയുടെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള കാരണങ്ങളിൽ 40% പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അവരുടെ സ്പേമിൽ വരുന്ന പ്രശ്നങ്ങൾ, സ്പേമിന്റെ കൗണ്ട് കുറഞ്ഞിട്ടോ ചലനശേഷി കുറഞ്ഞിട്ടോ മോർഫോളജിയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വെരിക്കോസീൽ പോലുള്ള കണ്ടീഷൻസ്, അവരിലുള്ള ഹോർമോണൽ ഇംബാലൻസുകൾ, അവർക്കുള്ള സ്മോക്കിംഗ്, ആൽക്കഹോളിസം പോലുള്ള ശീലങ്ങൾ, ഇങ്ങനെ പല മെയിൽ ഫാക്ടേഴ്സ് കൊണ്ടും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. പക്ഷെ അധിക കേസിലും കുട്ടികൾ ഉണ്ടാവാത്തതിന്റെ കുറ്റപ്പെടുത്തൽ കേൾക്കുന്നത് സ്ത്രീകളാണ്. ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് സ്ത്രീകളാണ്. അതിൽ പലരെങ്കിലും പറയാറുള്ളത്, ഹസ്ബൻഡിനോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, നിങ്ങളൊന്ന് ഡോക്ടറെ കാണൂ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് വേണമെങ്കിൽ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു, എന്നിട്ടും ആള് കേൾക്കുന്നില്ലാന്ന്. ഇങ്ങനെ ദമ്പതികൾ രണ്ടുപേരും ഇൻവോൾവ് ആവാതെ ഒരാൾ മാത്രം ട്രീറ്റ്മെന്റ് എടുത്ത് മറ്റേ ആളുടെ കാര്യത്തിൽ നെഗ്ലിജൻസ് കാണിക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളാവാനുള്ള ആ ഒരു ടൈം വീണ്ടും വൈകി പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡും വൈഫും ഒരുപോലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. രണ്ടുപേരുടെയും ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്ന് നോക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. ഇനി ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ബാക്കി കാര്യങ്ങൾ, ഡയറ്റ്, എക്സസൈസ്, ഉറക്കം, സ്ട്രെസ് മാനേജ്മെന്റ് പോലുള്ള മറ്റ് കാര്യങ്ങളും രണ്ടുപേരും ഒരുപോലെ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്.